എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ. ഇന്ന് പ്രഭാതത്തിൽ ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ഞാനത് നോക്കുമ്പോൾ പെന്തക്കോസ്ത് പാസ്റ്റർമാർ ജീവിതം തകർത്ത് ഒരു പെന്തക്കോസ്ത് പാസ്റ്ററുടെ മകൾ നിരീശ്വരവാദിയായിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ്. അത് ആ പെൺകുട്ടി തന്നെ പറയുന്ന വാർത്താഭാഗമാണ് കേൾക്കാനിടയായത്. ഒരു ചാനലിൽ ആ കുട്ടി വിളിച്ച് അവളുടെ പ്രയാസങ്ങൾ സംസാരിക്കുകയാണ്. ആ കുട്ടിക്കുണ്ടായ തിക്താനുഭവങ്ങളിൽ നിന്ന് ദൈവമില്ല എന്നും അങ്ങനെ ഒരാൾ ഉണ്ട് എങ്കിൽ അയാൾക്ക് അടി കൊടുക്കും എന്നുമൊക്കെയാണ് ആ കുട്ടി ആ ശബ്ദരേഖയിൽ പറഞ്ഞു വെക്കുന്നത്. അവരുടെ മനസ്സിന്റെ വിഷമങ്ങളാണ്. അതുകൊണ്ട് അതിന് നമുക്ക് മറുപടി പറയേണ്ടുന്ന കാര്യമൊന്നുമില്ല. എന്നെ ചിന്തിപ്പിച്ചത് ആ കുട്ടിയുടെ പെർസെപ്ഷനും വർത്തമാനത്തിന്റെ ശൈലിയുമാണ്. ആ കുട്ടി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, 1 വയസ്സ് മുതലോ 1.5 വയസ്സ് മുതലോ ആ കുട്ടിയെ പെന്തക്കോസ്ത് പാസ്റ്റർമാരുടെ ലൈംഗിക വൈകൃതത്തിന് വേണ്ടി അല്ലെങ്കിൽ ലൈംഗിക സുഖത്തിന് വേണ്ടി ആ കുട്ടിയുടെ തന്നെ മാതാവ് കൊണ്ടുകൊടുത്തിരുന്നു എന്ന ചിന്തയിലാണ്. അങ്ങനെയാണ് ആ സംസാരം മുമ്പിലോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം മാതാവിനെ അവൾ എന്നൊക്കെ അഭിസംബോധന ചെയ്താണ് സംസാരിക്കുന്നത്. അതൊക്കെ അവരുടെ മനസ്സിന്റെ വേദനയിൽ നിന്ന് സംസാരിക്കുന്നതാണ്. അതിനൊന്നും നമ്മൾ യാതൊരു കമന്റും പറയാൻ തയ്യാറല്ല. അവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ശുശ്രൂഷകരാണ്, പാസ്റ്ററും ഭാര്യയുമാണ്. ഹൈറേഞ്ചിലുള്ള ഒരു അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന്റെ പാസ്റ്ററും ഭാര്യയും എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഏത് ചർച്ചായാലും കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു ഗൗരവമേറിയ കാര്യം, അതിന്റെ നക്ഷൽ ഞാൻ ഓർപ്പിച്ചിരുന്നു. ഒരു പാസ്റ്ററുടെ മകളായി ജനിച്ച കുട്ടി പിൽക്കാലത്ത് കർത്താവ് തന്നെ ഇല്ല എന്നും നിരീശ്വരവാദമാണ് ശരി എന്നുമുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്ന് ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ അവിടേക്ക് കൊണ്ടെത്തിച്ച ഘടകമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താ വിഷയം. ഞാൻ പാസ്റ്ററാണ്. അതുപോലെ തന്നെ 100 കണക്കിന് പാസ്റ്റേഴ്സ് ഇന്നും മലയാളികളായി കേരളത്തിലുണ്ട്. ഇതിൽ നമ്മൾ അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ കുട്ടികളായാലും വിശ്വാസികളുടെ കുട്ടികളായാലും ഒരു പ്രായം കഴിയുമ്പോൾ അവർ ചില സ്വഭാവ വ്യത്യാസങ്ങൾ കാണിക്കും. അതിന് പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ആ കാരണം എന്താണ് എന്ന് തിരിച്ചറിയുവാനും അതിന് പരിഹാരം വരുത്തുവാനുമുള്ള നിർബന്ധം മാതാപിതാക്കൾക്കുണ്ടാകും. അതിന് പാസ്റ്റർ എന്നും വ്യത്യാസമില്ല, വിശ്വാസി എന്നും വ്യത്യാസമില്ല. ഇതിൽ വളരെ കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ടുന്ന കാര്യം, കുട്ടിയുടെ പ്രശ്നം എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ കഴിവുള്ള ആളിന്റെ അടുക്കലാണ് നിങ്ങൾ ആ കുട്ടിയെ എത്തിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ, കുട്ടിക്ക് ഇപ്പോൾ പനി വന്നു, അതിന് നമ്മൾ കാണിക്കേണ്ടുന്ന ഒരു ഡോക്ടറുണ്ട്. അടുത്തത് വയറുവേദനയായിട്ടോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടോ കാണിക്കുകയാണ് എങ്കിൽ അതിന് കാണിക്കേണ്ടുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. പൊതുവിൽ നമ്മൾ ഒരു പീഡിയാട്രീഷ്യനെയാണ് കാണിക്കുക, പിന്നീടാണ് അടുത്ത റെഫറലിലേക്ക് പോവുക. അപ്പോൾ ശരിക്കും പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് അവർക്ക് എന്താണ് രോഗമെന്ന് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ടായിരുന്നു. കുറെയൊക്കെ അവർ ചെയ്യുമായിരുന്നു. ഇന്ന് അങ്ങനല്ല. ഇന്ന് നമ്മൾ നേരെ പീഡിയാട്രീഷ്യന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നു, എന്നിട്ടാണ് അതിനൊരു ഡയഗ്നോസിലേക്ക് ചെല്ലുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, പഠിത്തത്തിന്റെ സ്ട്രെസ്സും മറ്റു തര വിഷയങ്ങളോടുള്ള ബന്ധത്തിലെ കുട്ടികളുടെ പ്രതിസന്ധിയും കാരണം കുട്ടികൾ സ്വഭാവത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോ അവരിങ്ങനെ ടീനേജിലേക്ക് കടക്കുന്ന സമയം ആരാധനകൾക്ക് അവർക്ക് വരാൻ താല്പര്യമില്ലാതാവുക, അവർ മൊബൈലിന് കൂടുതൽ അഡിക്റ്റ് ആവുക, മറ്റ് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റിയിലൊക്കെ ചെന്ന് ചിലപ്പോൾ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. മൊബൈൽ ഗെയിമുകളിലായാലും ഓജോ ബോർഡ് കളിയിലായാലും അതുപോലെ മറ്റു തര കമ്പ്യൂട്ടർ ഗെയിമുകൾ, പ്രണയങ്ങൾ, ഇവകളെല്ലാം സ്വാഭാവികമായിട്ടും ഈ ഒരു ഏജിൽ ഇതിനകത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ചിലപ്പോൾ പിള്ളേർ വീട്ടിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇവകളെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായ പ്രശ്നം. ഈ ലൈംഗികമായ പ്രശ്നങ്ങൾ എല്ലാ മതത്തിലുമുണ്ട്. എന്ന് പറഞ്ഞാൽ
ഇന്നിപ്പോൾ എനിക്ക് ഒരാൾ ഇട്ടു തന്നൊരു വീഡിയോ, വടക്കേ ഇന്ത്യയിൽ ഒരു സ്വാമി 15 പെൺകുട്ടികളെ പീഡിപ്പിച്ചു, കേസായി, അയാളെ പിടിക്കാൻ വേണ്ടി പോലീസ് പരതുന്നു, ആൾ ഒളിവിലാണ് എന്നുള്ളൊരു ഒരു വാർത്തയാണ്. അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാ സ്വാമിമാരും പ്രശ്നക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു സ്വാമിക്ക് അങ്ങനെ ഉണ്ടായി, അതുകൊണ്ട് അടുത്ത് വരുന്ന എല്ലാ സ്വാമിമാരും ഈ പ്രശ്നക്കാരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇസ്ലാമിൽ ഉസ്താദുമാരിങ്ങനെ ചെയ്യാറുണ്ട്. ഒരുപാട് പേരുടെ പേരിൽ കേസുണ്ട്. അവരെ നമുക്ക് കുറ്റം പറയാനില്ല. കാരണം അവർ സ്വർഗത്തിൽ ചെന്നിട്ട് ഇത് തന്നെയാണ് അവരുടെ പരിപാടി. അതുകൊണ്ട് അത്തരത്തിലൊരു പരിപാടി അവരിവിടെ ചെയ്തു എന്ന കാരണത്താൽ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് നമുക്ക് അവരുടെ നിയമപ്രകാരം പറയാൻ സാധ്യമല്ല. ഇവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് വരുമ്പോഴാണ് ഇവിടെ അതൊരു പോക്സോ കേസ് ഒക്കെ ആയിട്ട് വരുന്നത്. അതുപോലെ ക്രിസ്തീയ വൈദികന്മാരും ഉപദേശിമാരും പാസ്റ്റർമാരും ഒക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെടുന്നുണ്ട്. വിശ്വാസികളും പെടുന്നുണ്ട് എന്നറിയണം. അതുകൊണ്ട് എല്ലാ ആൾക്കാരും അങ്ങനെയാണ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത് അബദ്ധമാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, ഒരു കുട്ടി ഒരു പ്രശ്നം കാണിച്ചാൽ അത് ഏത് തന്നെ ആകട്ടെ, അത് എന്ത് കാരണത്താലാണ് അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായത് എന്ന് ഡയഗ്നോസ് ചെയ്യാൻ കഴിയുന്ന കഴിവുള്ളവരുടെ അടുക്കലാണ് കൊണ്ടുപോകാൻ. ഇന്നത്തെ ഒരു പ്രശ്നം ഇവർ നേരെ കൊണ്ടു ചെല്ലുന്നത് ഉപദേശിമാരുടെ മുമ്പിലാണ്. ഈ ഉപദേശിമാരിൽ നല്ലൊരു പങ്കും വിദ്യാഭ്യാസം ഉള്ളവരല്ല. ഇനി നല്ലൊരു കൂട്ടരും തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ഉള്ളവരല്ല. ഇതിൽ നല്ലൊരു പങ്കും കൗൺസിലിംഗ് മികവുള്ളവരുമല്ല. ഇവരെല്ലാം കൗൺസിലേഴ്സ് ആണ് എന്ന മട്ടിലിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇവർ കൗൺസിലേഴ്സ് അല്ല. അപ്പോൾ കൃത്യമായ കോഴ്സ് പഠിക്കാത്തവരും കൃത്യമായ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരും എന്തെങ്കിലും കാരണത്താൽ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞ് പാസ്റ്റർമാരായവരും പാസ്റ്റർമാരെ മക്കളെ കല്യാണം കഴിച്ച് പാസ്റ്റർമാരായവരും ഒക്കെ ഇന്ന് സമൂഹത്തിലുണ്ട് എന്ന വസ്തുത മറക്കരുത്. അപ്പൊ ഇവര് മാനസാന്തരപ്പെട്ടവരാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവരുടെയൊക്കെ മുമ്പിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ ആ കൊച്ചിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ വേണ്ടി കൊണ്ടെത്തിക്കുന്നത് എങ്കിൽ 100% അത് അബദ്ധത്തിൽ കൊണ്ടെത്തിക്കുമെന്നതിന് സംശയമേ വേണ്ട. അങ്ങനെ ഏതെങ്കിലും വേട്ടാവാളിയന്മാരുടെ അടുത്ത് കൊണ്ടുവന്ന് നിങ്ങളുടെ കൊച്ചിനെ ഇരുത്തി കൊടുത്തിട്ട് അയാൾ ആ കൊച്ചിനെ ശാരീരികമായി പീഡിപ്പിക്കുന്നത് പോലെ തന്നെ പ്രശ്നമാണ് മാനസികമായി ഈ കൊച്ചിനെ വഴിപിഴപ്പിച്ചു വിടുന്നത്. അപ്പൊ കൊച്ചിന്റെ പ്രശ്നം എന്താണ് എന്ന് കണ്ടുപിടിക്കാനുള്ള മികവില്ലാത്തവരുടെ അടുക്കൽ കൊണ്ടുപോകരുത്. അപ്പോൾ ഇവിടെ ഈ പാസ്റ്റർക്കും ഭാര്യയ്ക്കും സംഭവിച്ചിരിക്കുന്ന പ്രശ്നം ആ കുട്ടിയുടെ വാക്കുകളിൽ വ്യക്തമാണ്. ഒന്നാമത്തെ പ്രശ്നം, ആ പാസ്റ്റർ എന്ന് പറയുന്ന അയാൾ ആണൊരുത്തനല്ല എന്ന നിലയിലാണ് ആ കുട്ടിയുടെ വർത്തമാനം. അതിന്റെ അർത്ഥം പാസ്റ്ററായിട്ടിരിക്കണം, അതിനുള്ള മികവ് അയാൾക്ക് ഉണ്ടാവണം. വചനം കൃത്യമായി പറയുന്നു, സ്വന്തം മക്കളെ നന്നായി വളർത്താൻ കഴിവുള്ളവനായിരിക്കണം പാസ്റ്റർ. സ്വന്തം കുടുംബത്തെ നന്നായി നോക്കുന്നവനായിരിക്കണം പാസ്റ്റർ. അപ്പോൾ സ്വന്തം കുട്ടിയെ കൊണ്ടുചെന്ന് മറ്റൊരാളുടെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് ഇരുത്തി കൊടുക്കുമ്പോൾ അതിനെ ഒന്ന് ശ്രദ്ധിക്കാനുള്ള ശേഷി പോലും ഇല്ലാത്ത ഒരാൾ പാസ്റ്ററായിട്ട് തുടരുന്നതിൽ അർത്ഥമില്ല. അയാളുടെ വിശ്വാസികളുടെ കാര്യം പറയേണ്ടതുമില്ല. അപ്പോൾ ഈ പാസ്റ്ററുടെ ഭാര്യ ഈ കുട്ടിയെ മറ്റൊരു പാസ്റ്ററോട് കൂടെ മുറിക്കകത്തിട്ട് പൂട്ടി എന്നാണ് പറയുന്നത്. അതിന്റെ പുറകിൽ അവർക്ക് ഈ കുട്ടിയെ ആ പാസ്റ്റർക്ക് സമ്മാനിക്കുക എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ഈ പെൺകുട്ടി ദൂരെ കൂടെ പറയുന്നു. അങ്ങനെയൊന്നും ഉണ്ടാകാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഈ മാതാവിന്റെ വിവരക്കേടാണ് പ്രശ്നം. എന്ന് പറഞ്ഞാൽ ആ കുട്ടിയിൽ എന്തോ സ്വഭാവ വൈജാത്യം കാണിച്ചിരിക്കുന്നു. അത് പൈശാചികമാണെന്ന് കരുതിയിട്ട് പ്രാർത്ഥിക്കാൻ നാട്ടിൽ ലഭ്യമായ ഏതോ കേമനെ കൊണ്ടുവന്നിട്ട് മുറിക്കകത്താക്കി കൊടുത്തിരിക്കുന്നതാകാനാണ് സാധ്യത. അതിൽ ഏറ്റവും വലിയ വീഴ്ച, അങ്ങനെ ഒരു പെൺകുട്ടിയെന്നല്ല ആൺകുട്ടിയെയും പാടില്ല. അങ്ങനെ ഒരു ഉപദേശിയുടെ അടുക്കൽ ഒറ്റയ്ക്കാക്കി കൊടുത്തിട്ട് അങ്ങനെ അയാൾ പ്രാർത്ഥിക്കേണ്ട. അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധ പതിയാൻ സാധ്യതയുള്ള അതിനുള്ള സൗകര്യമുള്ള ഒരിടത്ത് ഇരുത്തിയാൽ മതി. അല്ലാതെ മുറി മുഴുവൻ ക്ലോസ് ചെയ്തിട്ടിട്ട് കുട്ടിയെന്നല്ല മുതിർന്നതിനെയും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത്തരത്തിലൊരു സൗകര്യം നിങ്ങൾ ഒരുക്കി കൊടുത്താൽ ഗുണം പിടിക്കാതെ ഇതിനകത്ത് ഏതെങ്കിലും സാഹചര്യത്തിൽ വന്നുപെട്ട ഒരു പാസ്റ്റർ അവന്റെ സൗകര്യം അവൻ ഉപയോഗിക്കില്ല എന്നവനെ തെറ്റ് പറയാൻ പറ്റത്തില്ല. ഇത് രണ്ട് രീതിയിലും സംഭവിക്കാം. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവന്മാർ അങ്ങോട്ട് ഉപദ്രവിക്കാം,
മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു ഉപദ്രവിക്കാനും സാധ്യതയുണ്ട്. കാരണം ഈ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം ആരും പുണ്യാളന്മാരെന്നൊന്നും പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ആരെയും കുറ്റം പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യവുമില്ല. അപ്പോൾ ഇവിടുത്തെ കാര്യം വളരെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഈ കുട്ടിയെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊണ്ട് അയാൾക്ക് വെച്ച് ഇരുത്തി കൊടുത്തതാണ് ഏറ്റവും വലിയ പാളിച്ച. അത് അയാൾ മുതലാക്കി എന്നുള്ളത് ഈ കുട്ടിക്ക് പുറത്ത് പറയാമായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരിക്കാം. മാതാവ് അത് അംഗീകരിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ആ കുട്ടിയുടെ മാനസിക നിലയിൽ അതൊരു വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കി. ആ കുട്ടിയെ ഇന്നൊരു നിരീശ്വരവാദിയാക്കി മാറ്റിയിരിക്കുന്നു, മാതാപിതാക്കളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആ കുട്ടിയുടെ തലച്ചോറിൽ ഉണ്ടാക്കി വെച്ചതിന് കാരണക്കാരി ആ പാസ്റ്ററുടെ ഭാര്യ തന്നെയാണ്, അല്ലെങ്കിൽ കുട്ടിയുടെ അമ്മ തന്നെയാണ്. ആ കുട്ടിയുടെ അമ്മയെ അങ്ങനെയാക്കിയതിന്റെ ഉത്തരവാദി ആ പാസ്റ്റർ തന്നെയാണ്, സംശയം വേണ്ട. അപ്പോൾ ഇങ്ങനെ നാരദികളെ പ്രാർത്ഥിക്കാൻ നടക്കുന്ന വേട്ടാവാളിയന്മാരുണ്ട്. അവരുടെ മുമ്പിൽ നിങ്ങളുടെ കുട്ടികളെ കൊണ്ടിരുത്തി കൊടുക്കുകയും നിങ്ങളുടെ ഭാര്യയെ കൊണ്ടിരുത്തി കൊടുക്കുകയും ചെയ്താൽ ഫലം ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ദൈവമില്ല എന്നോ വിശുദ്ധ വേദപുസ്തകം തെറ്റാണ് എന്നോ ഉള്ള കൺക്ലൂഷനിലേക്ക് ഒരാൾ എത്തുന്നതിൽ യാതൊരു യുക്തിയുമില്ല. ഇപ്പോൾ അവർ ചെന്ന് കണ്ടുപിടിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് യുക്തിയാണുള്ളത് എന്ന് നേരിട്ട് സംസാരിച്ചാൽ മനസ്സിലാക്കത്തക്കതേ ഉള്ളൂ. അതിനകത്ത് വലിയ കഴിവില്ല. പക്ഷേ അതൊരു കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ അതിനെ മിസ്ഗൈഡ് ചെയ്തതിൽ കൃത്യമായ ഉത്തരവാദിത്വം ആ മാതാവിനുണ്ട്. ഇത് എല്ലാ പെന്തക്കോസ്തുകാരും അറിഞ്ഞിരിക്കണം, എല്ലാരും അറിഞ്ഞിരിക്കണം. ഒരു പൂജാരിയുടെ മുമ്പിലും കൊണ്ടിരുത്തി കൊടുക്കരുത്, ഒരു ഉസ്താദിന്റെ മുമ്പിലും കൊണ്ടിരുത്തി കൊടുക്കരുത്, ഒരു ഡോക്ടറുടെ മുമ്പിലും ഇത്തരത്തിൽ ഇരുത്തി കൊടുത്തിട്ട് ദൂരെ ഇരുന്നാൽ ദൂഷിത ഫലം ഉണ്ടാവില്ല എന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധ്യമല്ല. ഇതെല്ലാം സംഭവിക്കാനുള്ള 100% സാധ്യതകൾ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കണം. ഈ സമൂഹം അത്ര അധികം മലീമസമാണ് എന്നതിന് സംശയം വേണ്ട. അപ്പോൾ ഇവിടെ ചില വിഷയങ്ങളോട് അതിനോട് ചേർന്ന് എനിക്ക് പറയേണ്ടതുണ്ട്. ഒന്ന്, പാസ്റ്റേഴ്സിന്റെ മക്കളെ വരുന്ന ഗസ്റ്റ് പാസ്റ്റർമാരെല്ലാവരും ഉപദേശിക്കാൻ നിൽക്കും. അവരുടെ മക്കളെ ചെന്ന് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് അവരുടെ വീട്ടിലെ കണ്ടീഷൻ എന്ന്. അവന്മാര് ചെല്ലുന്ന സ്ഥലത്തെ പാസ്റ്ററുടെ ഭാര്യയെ ഉപദേശിക്കാൻ നിൽക്കും, മക്കളെ ഉപദേശിക്കാൻ നിൽക്കും. സ്വന്തം ഭാര്യ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ നന്നായിരിക്കുന്നു എന്ന് പറയാത്തവൻ അവരനായ മറ്റൊരു പാസ്റ്ററെ വീട്ടിൽ ചെന്നാൽ അല്ലെങ്കിൽ വിശ്വാസിയുടെ വീട്ടിൽ ചെന്നാൽ അവരുണ്ടാക്കി കൊടുത്ത സാധനം സൂപ്പറായി എന്ന് പറഞ്ഞ് ആ സഹോദരിയെ പൊക്കിവിടുന്ന വിദ്വാൻമാരുണ്ട്. ഇവന്മാരുടെ എല്ലാം പുറകിൽ എന്താണ് ഇരിക്കുക എന്നുള്ളത് സ്വാഭാവികമായി ഗ്രഹിച്ചാൽ മനസ്സിലാക്കത്തക്കതേ ഉള്ളൂ. അത്തരമുള്ള സൗകര്യങ്ങൾക്കൊരു സാഹചര്യം വീടുകളിൽ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. ഈ പാസ്റ്റർമാരൊക്കെ പ്രവചന ശുശ്രൂഷ നടത്തുന്നവരും ഭൂത അളക്കുന്നവരുമായിട്ടുള്ള ചില പാസ്റ്റർമാരാണ് ഈ പരിപാടികളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇവരിൽ ഈ ശുശ്രൂഷ ഉണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇവരുടെ മറുഭാഗം എങ്ങനെ നമുക്കാർക്കും അറിയത്തില്ല, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തെന്ന് നമുക്കാർക്കും അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ചർച്ചിൽ ഒരു വിദ്വാനെ നിങ്ങൾ വരുത്തിയാൽ അയാൾ പോകുന്നത് വരെ അയാളുടെ മുകളിൽ ഒരു കണ്ണ് ചർച്ചിലെ പാസ്റ്റർക്ക് വേണം. അയാളെ കൊണ്ട് താമസിപ്പിക്കുന്ന ഇടം നിങ്ങളുടെ ഭാര്യയെയോ നിങ്ങളുടെ മക്കളെയോ വിശ്വാസികളെയോ അവരുടെ കുഞ്ഞുങ്ങളെയോ ഉപദ്രവിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയിലാകരുത്. അതിന് യാതൊരു സൗകര്യവുമില്ലാത്ത വിധം അവരെ നിങ്ങൾ മാറ്റി തന്നെ പാർപ്പിക്കണം എന്നതിന് സംശയമൊന്നും വേണ്ട. ചിലർ വന്നിട്ട് അവർക്ക് ഇങ്ങനെ പ്രാർത്ഥന നടത്തണം, അതിനൊന്നുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടെന്ന് യാതൊരു കാര്യമില്ല. അവരെ കൃത്യമായി വീക്ഷിക്കാനും കൃത്യമായി ശ്രദ്ധിക്കാനും ഉള്ള ഉത്തരവാദിത്വം ആ ചർച്ചിലെ പാസ്റ്റർക്കാണ്. ഇവിടെ പാസ്റ്ററുടെ സ്വന്തം മകൾക്കാണ് ഈ ഗതികേട് വന്നത് എന്നറിയണം. പണ്ടൊരിക്കൽ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ഒരു പയ്യന്റെ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അവൻ മാനസികമായി വളരെ ഡിസോർഡറിലായി ഒരു വല്ലാത്ത ഗതിയിലാണ് എൻ്റെ അടുക്കൽ വന്നത്. ഞാൻ അവനെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അതിനകത്ത് നടന്ന സംഭവം, അവർക്ക് താമസിക്കാനായിട്ട് ചർച്ചിനോട് ചേർന്ന് ഒരു റൂം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ചെക്കൻ കിടക്കുന്നത് ചർച്ച് ഹാളിനകത്താണ്. പെന്തക്കോസ്റ്റ് ചർച്ചുകളെ പരിചയമുള്ള ആൾക്കാർക്ക് നല്ല ബോധ്യമാവും. അപ്പൊ ചർച്ചിനോട് ചേർന്ന് ഒരു ചെറിയ ചായ്പ് മാത്രമേ ഉള്ളൂ, അതിനകത്ത് അവന്റെ അപ്പനും അമ്മയും കിടക്കും. ഇവൻ സ്ഥിരമായി കിടക്കാറുള്ളത് ചർച്ച് ഹാളിനകത്താണ്. ചർച്ച് ഹാൾ എന്ന് പറഞ്ഞാൽ വലുതൊന്നും അല്ല, എനിക്ക് തോന്നുന്നു ഒരു 30-20 അങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചർച്ചിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒരിക്കലൊരു പാസ്റ്റർ അവിടെ ഗസ്റ്റ് സ്പീക്കറായി പ്രസംഗിക്കാമെന്ന്. അയാൾ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് അന്ന് അവിടെ അയാൾക്ക് നിൽക്കണം, പിറ്റെന്നും അയാൾക്ക് അവിടെ ശുശ്രൂഷയുണ്ട്. അപ്പൊ അയാൾ അവിടെ നിർത്തേണ്ടുന്നതിന് മറ്റു സൗകര്യം ഇല്ലാത്തത് കൊണ്ട്
അയാൾക്ക് ഈ ഹാളിൽ തന്നെ കിടക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. ഏതായാലും രാത്രിയിൽ അവിടുത്തെ സ്ഥലം പാസ്റ്ററുടെ മകൻ ആ കൊച്ചിനെ ഇവൻ മിസ്യൂസ് ചെയ്തു. അത് ഈ കൊച്ചിന് മാനസികമായി ബുദ്ധിമുട്ടായി. പിന്നീട് അവന്റെ വിദ്യാഭ്യാസത്തെ അത് ബാധിച്ചു, അവന്റെ ഒരുപാട് കരിയറിനെ അത് ബാധിച്ചു. അങ്ങനെയാണ് എന്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നത്. പിന്നീട് അതിന് കൃത്യമായി ട്രീറ്റ്മെന്റ് കൊടുത്ത കുഞ്ഞിനെ റെഡിയാക്കി അവൻ ഇന്ന് നല്ല നിലയിൽ ജീവിക്കുന്നുണ്ട്. വിവാഹമൊക്കെ കഴിച്ച കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നല്ല നിലയിൽ ജീവിക്കുന്നുണ്ട്. ഇതൊരു വല്ലാത്ത ഇൻസിഡന്റ് ആണ്. പെൺകുട്ടികളെ മാത്രമേ ഇവർ ഉപദ്രവിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇത്തരത്തിൽ വൈജാത്യമുള്ളവർ ആൺകുട്ടികളെയും ഉപദ്രവിക്കും. അതുപോലെ തന്നെ ഒരിക്കൽ ഞാൻ തമിഴ്നാട് ഭാഗത്തു നിന്ന് മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ എമർജൻസി ആയിട്ട് ഒരിടം വരെ വരണം. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ചെറിയ പ്രശ്നമാണ്, ഒന്ന് സംസാരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരാം. ഞാൻ എന്താണ് അവിടുത്തെ അന്തരീക്ഷം? അവർ 21 days ഫാസ്റ്റിംഗ് നടക്കുകയാണ്. ഒരു കുട്ടിക്ക് ഏതാണ്ട് പ്രശ്നമാണ്. അപ്പൊ പാസ്റ്റർ ഒന്ന് വന്ന് സംസാരിച്ചിട്ട് പോവാം. ഞാൻ പറഞ്ഞു വരാം. അങ്ങനെ ഞാൻ വരുന്ന വഴിയിൽ നിന്ന് ആ ദിശയിലേക്ക് പോയി. എന്റെ ഇവിടെ 2-3 പേരുണ്ട്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു വീടിനകത്ത് പ്രാർത്ഥന അന്തരീക്ഷം ഒരുക്കിയിട്ടുണ്ട്. ഒരു 3-4 പാസ്റ്റർമാരുണ്ട്. പ്രാർത്ഥന നടക്കുക. രാത്രിയിൽ ഇവിടെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവിടെ എത്തി. എനിക്ക് ഒരു 10-11 മണിയായിട്ടുണ്ടാവും. ഞാൻ അവിടെ എത്തി. എന്നെ കണ്ടപ്പോ കുട്ടി അവിടെ വന്നു, സ്തോത്രം പറഞ്ഞു. എന്നോട് കല്യാണം കഴിഞ്ഞൊരു കുട്ടിയാണ്. ഞാൻ സ്തോത്രം പറഞ്ഞു. അടുത്ത് ഞാൻ അവളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യം ചോദിച്ചു. അവരെനിക്കൊരു സൗകര്യം ഒരുക്കി തന്നു. ഞാനും എന്നെ കൊണ്ടുപോയ സഹോദരനും കൂടി അവരോട് സംസാരിക്കാൻ വേണ്ടി കയറി. ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം? അപ്പോഴവര് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഇവരെല്ലാവരും കൂടി എനിക്ക് പിശാചാണെന്ന് പറഞ്ഞ് എന്നെ കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആത്മഹത്യ ചെയ്യും. ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് യാതൊരു പിശാചുമില്ല, എനിക്കൊരു കുഴപ്പമില്ല. ഇങ്ങനെ പറഞ്ഞിരിക്കുക. ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. പറഞ്ഞിരിക്കുക ഇവരുടെ ടോൺ മാറി. ഇവരടുത്ത് പറയാണ്, ഞാൻ ഷാരോന്റെ പ്രസിഡന്റ് ആണ്. ഷാരോൺ എന്ന് പറയുന്നത് പെന്തക്കോസ്ത് സംഘടനകളിലെ ഒരു സംഘടനയാണ്. ഞാൻ അതിന്റെ പ്രസിഡന്റാണ്. അത് ഇവരോട് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ പറഞ്ഞ് മറ്റൊരു തലത്തിലേക്ക് ഇവർ കയറി. ഞാൻ ആ കുട്ടിയെ പറഞ്ഞ് പുറത്താക്കി. അടുത്തവളുടെ മാതാപിതാക്കളെ റൂമിലേക്ക് കടത്തി. മാതാപിതാക്കളെ കൊണ്ടുവന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ കുട്ടിയെ എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടോ? അപ്പൊ അവര് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, മരുന്ന് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് മരുന്ന് സ്റ്റോപ്പ് ചെയ്തത്? അപ്പൊ അവര് പറഞ്ഞു, അത് കഴിക്കുമ്പോൾ ശരീരം തടിവെക്കുകയാണ്, പിന്നെന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ കാര്യം പറഞ്ഞിട്ടാണോ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചത്? അല്ല. അപ്പോ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഈ കുട്ടിക്ക് നേരത്തെ തന്നെ മാനസിക വൈകല്യം ഉണ്ടായിട്ടുണ്ട്. ആ മാനസിക വൈകല്യം ഉണ്ടായിട്ടുള്ള കുട്ടിയെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കവേ അത് ശരീരത്തിൽ എന്തോ അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന കാരണത്താൽ മരുന്ന് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ട് അവളെ ഒരു പയ്യന് കെട്ടിച്ചു കൊടുത്തു. കല്യാണം കഴിച്ചവൻ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആദ്യ ദിവസം തന്നെ ഈ കുട്ടിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാണുകയാണ്. അവന് സ്വാഭാവികമായും അവന്റെ പാസ്റ്ററോടെ പറയാൻ പറ്റത്തുള്ളൂ. അവസാനം ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഈ കൊച്ചിന് പൈശാചിക ബാധയാണെന്ന് കൊണ്ടെത്തിച്ചു. ബാധ ഒഴിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്കാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ അന്ന് ചെല്ലാതിരുന്നുവെങ്കിൽ ആ കുട്ടി കൃത്യമായും ഇതിനിടയിൽ എപ്പോഴെങ്കിലും അവൾ ആത്മഹത്യ ചെയ്യുമായിരുന്നു. ആ കുട്ടിയുടെ പ്രശ്നം മാനസിക പ്രശ്നമാണ്. പിന്നെ ഞാൻ ആ ചെറുക്കനെ അകത്ത് കയറ്റി അവനോട് കാര്യം പറഞ്ഞു. പിന്നെ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി, ചെറുക്കനെയും പെൺകുട്ടിയും കൂടെ ഇരുത്തി കാര്യം ബോധ്യപ്പെടുത്തി. ഈ മെഡിസിൻ കൃത്യമായി കഴിക്കണം, അത് ഡോക്ടർ പറയുന്നത് വരെ പറയുന്ന അളവിൽ കഴിച്ചേ തീരൂ. അത് പറഞ്ഞതുപോലെ കുട്ടി കേൾക്കാൻ തയ്യാറായി. ഉപവാസം അന്ന് അവസാനിപ്പിച്ചു. ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കാണിച്ചു. കൃത്യമായി മെഡിസിൻ കൊടുത്തു. ഇന്ന് കുട്ടി സമ്പൂർണ്ണ സൗഖ്യമുള്ള കുട്ടിയാണ്. 2 കുട്ടികളുടെ അമ്മയാണ്. സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, പൈശാചിക ബാധ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. പൈശാചിക ബാധ തന്നെയാണോ, മാനസികമായ എന്തെങ്കിലും വൈകല്യമാണോ കുട്ടിക്കുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടുന്നയാള് ചർച്ച് പാസ്റ്ററാണ്. അയാൾ അതിന് കഴിവുള്ളയാളല്ലെങ്കിൽ മികവുള്ള കൗൺസിലേഴ്സിന്റെ മുമ്പിൽ ആ കുട്ടിയെ കൊണ്ടെത്തിക്കണം. ആ കുട്ടിക്ക് പൈശാചിക ബാധയാണോ, മാനസികമായ വൈകല്യമാണോ,
മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടോ എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ട് അതിനുവേണ്ടി നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി വഴികാട്ടുന്നതാണ് കൗൺസിലേഴ്സിന്റെ ഉത്തരവാദിത്വം. ഞങ്ങളൊക്കെ കൗൺസിലേഴ്സ് ആണ്, MSc സൈക്കോളജി പഠിച്ച് കൗൺസിലേഴ്സ് ആയവരാണ്, അല്ലാതെ ബൈബിൾ കോളേജിൽ പോയിട്ട് കൗൺസിലേഴ്സ് ആയവരല്ല. അപ്പൊ ഞങ്ങൾ അത് കൃത്യമായി പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടത്. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് ചെയ്യേണ്ടതെങ്കിൽ അത് മാതാപിതാക്കളുടെ നേതൃത്വത്തിൽ മറ്റുതര ആൾക്കാരുടെ സഹായത്തോടു കൂടി അതിന് പറ്റിയൊരു വരപ്രാപ്തനെ വരുത്തി പ്രാർത്ഥിക്കുകയും അക്കാര്യത്തിൽ വിടുതൽ പ്രാപിക്കുകയും ചെയ്യേണ്ടത് ഉത്തരവാദിത്വമാണ്. അതല്ല മാനസികമായ പ്രശ്നമാണ് എങ്കിൽ ഒരു പരിധി വരെ ഞങ്ങളുടെ കയ്യിൽ അത് അവസാനിക്കും. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മെഡിസിന്റെ സപ്പോർട്ട് വേണമെന്ന് വരികിൽ അതിനെ നമ്മൾ സൈക്കാട്രിയിലേക്ക് വിടും. അവർ മരുന്ന് കൊടുക്കും, കൃത്യമായി അത് ഭേദപ്പെടുകയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ എന്നെ വേദനിപ്പിച്ചൊരു കാര്യം, ചില നാളുകൾക്ക് മുമ്പ് ഒരു കൺവെൻഷൻ പ്രസംഗയിൽ അയാള് വടക്കുള്ളൊരു സ്ഥലത്ത് അയാളുടെ ഒരു കൂട്ടുകാരന്റെ ചർച്ചിൽ പ്രസംഗിക്കാൻ പോയി. അവിടെ പ്രസംഗിക്കാൻ പോയി 3-4 ദിവസം പ്രസംഗമുണ്ട്, പുള്ളി അവിടെ തങ്ങുകയാണ്. അപ്പോൾ അയാളുടെ കൂട്ടുകാരനായ പാസ്റ്ററുടെ മകൾ അദ്ദേഹത്തെ കണ്ടു, അയാളോട് സംസാരിച്ചു. സ്വാഭാവികമായും വീട്ടിൽ താമസിക്കുന്ന ആളോട് സംസാരിക്കും. കൺവെൻഷൻ സ്പീക്കർ ആകുമ്പോൾ ഒരു വീരാരാധന അതിനകത്തുണ്ടാവും. അങ്ങനെ ഈ കുട്ടി ഈ പാസ്റ്ററോട് കൂടുതൽ മനസ്സ് തുറന്ന് അവരുടെ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവളുടെ അപ്പന്റെ പ്രായമുണ്ട് ഈ മൂപ്പർക്ക്. 2, ഇയാൾ സ്റ്റേജിൽ ഭയങ്കര വിശുദ്ധനുമാണ്. അപ്പോൾ ഇയാളോട് ഈ കുട്ടിയുടെ വിഷയങ്ങൾ അപ്പനോട് എന്ന പോലെ പറയുകയാണ്. ഈ കുട്ടിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു എന്നും അത് ബ്രേക്കപ്പ് ആയി എന്നും ഒക്കെ ഇയാൾ പറഞ്ഞു. ഈ കുട്ടി പറഞ്ഞു. അതനുസരിച്ച് ആ കുട്ടിയെ വിളിച്ചിരുത്തി അയാൾ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കുകയും പ്രണയമായിരുന്ന സമയത്ത് ഈ കുട്ടി ആ ചെറുക്കനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന വസ്തുത ഈ വിദ്വാൻ ആ കുട്ടിയിൽ നിന്ന് ചോർത്തിയെടുക്കുകയും പിന്നീട് ഇയാൾ ആശ്വസിപ്പിച്ച് കുട്ടിക്ക് അടുത്ത വിവാഹം നടക്കുന്നതിന് മുമ്പ് ഈ വിദ്വാനുമായി ശാരീരിക ബന്ധം ചെയ്യണമെന്ന ഒരു കൺക്ലൂഷനിലേക്ക് ഇവൻ കൊണ്ടെത്തിക്കുകയും ചെയ്തു. ആ കുട്ടിക്ക് അത് വലിയ ഡിപ്രഷനായി. ദിവസങ്ങൾ മുമ്പിലേക്ക് പോയി. ഈ കുട്ടി ജോലി ചെയ്യുന്ന സ്ഥലം വരെ ഇവൻ ചെന്നെത്തി എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവമേറിയ കാര്യം. 1 വർഷം കഴിയുമ്പോൾ അടുത്ത വർഷം ആ ചർച്ചിൽ പ്രസംഗിക്കാൻ ചെല്ലുന്ന ഞാനാണ്. അപ്പോൾ ഈ കുട്ടി ഏതോ ഒരു സാഹചര്യത്തിൽ ഞാൻ അവിടെ ചെന്നു. ഞാൻ 7 ദിവസം താമസിക്കുകയാണ്. ഞാൻ താമസിക്കുന്ന മറ്റൊരു വീട്ടിലാണ്. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള ആൾക്കാർ മറ്റാൾക്കാരെ കൗൺസിലിങ്ങിനും മറ്റു വിഷയങ്ങൾക്കുമായി എൻ്റെ അടുക്ക് കൊണ്ടുവന്നു. ഞാൻ താമസിച്ച വീടിന്റെ ഹാളിൽ ഞാൻ അതിനെ ക്രമീകരണം ചെയ്ത് വന്ന ആൾക്കാരോടെല്ലാം ഞാൻ സംസാരിച്ചു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടിയും എൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വന്നു. ഇവളെ സംസാരിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നപ്പോൾ ഈ വിഷയം അവതരിപ്പിച്ചു. ഇന്നതാണ് സംഭവം. ഇന്നയാൾ ഈ കുട്ടി ജോലി ചെയ്യുന്ന ബാംഗ്ലൂർ ഡൽഹിയിൽ എവിടെയാണ് അവിടം വരെ ചെന്നു ആ കുട്ടിയുമായി ശാരീരിക ബന്ധം നടത്താൻ വേണ്ടി. ആ കുട്ടി കരഞ്ഞുകൊണ്ട് എന്നോട് ചോദിക്കുകയാണ്, അയാൾ എന്റെ അപ്പന്റെ പ്രായമുള്ള ആളല്ലേ, എന്നോട് എങ്ങനെ ചോദിക്കാൻ തോന്നി? എനിക്ക് ആദ്യം വിശ്വാസം തോന്നിയില്ല. കാരണം അത്രയും പ്രബലനായ ഒരാൾ ഇങ്ങനൊരു കാര്യത്തിന് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നിയില്ല. വർഷങ്ങൾക്ക് മുമ്പിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ കുട്ടി എനിക്ക് ശബ്ദരേഖകൾ തന്നു. ആ ശബ്ദരേഖകൾ കേട്ടതിന് ശേഷമാണ് ഞാൻ ഉറപ്പിച്ചത് ഇയാൾ ഇത് ചെയ്തു എന്നുള്ള കാര്യം. ഞാൻ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് അവളുടെ അപ്പനെയും അവളുടെ സഹോദരനെയും വരുത്തി അവരോട് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഉപദേശിയുടെ കാര്യമല്ല, ആ കുട്ടിക്ക് സംഭവിച്ച പ്രണയവും അവളുടെ ബ്രേക്കപ്പും, മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ല, പ്രണയവും ബ്രേക്കപ്പും വിഷയങ്ങൾ അവതരിപ്പിച്ചു. ഈ കുട്ടിക്ക് ഉടനെ നിങ്ങൾ ഒരു വിവാഹത്തിന് തയ്യാറാകണമെന്നും ആ കുട്ടിയെ രക്ഷപ്പെടുത്തണമെന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തി. അവരിൽ ബ്രേക്കപ്പായി കിടന്ന സ്നേഹത്തിന്റെ ബന്ധത്തെ തിരിച്ച് ഉരുക്കി ചേർത്തു. ഒരു 3 മാസത്തിനകത്ത് ആ കുട്ടിക്ക് വിവാഹം നടന്നു. ഇന്ന് ആ കുട്ടി 2 കുട്ടികളുടെ അമ്മയാണ്. വളരെ നല്ല രീതിയിൽ ആ കുട്ടി ജീവിക്കുക. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഈ അപ്പൻ അയാളുടെ വീട്ടിൽ കൊണ്ട് അയാളുടെ സ്നേഹിതനായി ഇവനെ താമസിപ്പിച്ചിരിക്കുമ്പോൾ ഇവൻ സ്വന്തം കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന കാര്യം ആ ഉപദേശിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. കാരണം അയാൾ അതിൽ കവിഞ്ഞ് ഇവനെ വിശ്വസിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയവൻ എവിടെല്ലാം ഇതിന് ശ്രമിച്ചിട്ടുണ്ടാവാം, ഇത് നടത്തിയിട്ടുണ്ടാവാം. പാസ്റ്റർമാരുടെ മക്കളുമായിട്ട് ചിലപ്പോ ഇത് നടത്തിയിട്ടുണ്ടാവാം, അവരുടെ ഭാര്യമാരുമായിട്ടും
സൗകര്യമുണ്ടെങ്കിൽ അവൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവാം. ഇങ്ങനെയുള്ളവർ ഇതിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് ഈ സമൂഹം മുഴുവൻ ഇതാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സാമ്പത്തിക പ്രശ്നം ഇതുപോലെ ഉണ്ടാക്കുന്നവരുണ്ട്. പാസ്റ്റേഴ്സിന്റെ കയ്യിലുള്ളത് മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്, ഭാര്യമാരുടെ കയ്യിലുള്ളത് മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്, വിശ്വാസികളുടെ കയ്യിൽ നിന്ന് തട്ടിക്കുന്നവരുണ്ട്. ഇതിന്റെ തട്ടിപ്പ് വീരന്മാർ നല്ലൊരു ശതമാനം പെന്തക്കോസ്തിനകത്തുണ്ട് എന്നുള്ളത് ഗൗരവമായ കാര്യമാണ്. ഇവന്മാര് തിരിച്ച് വിരട്ടുമെന്നുള്ളതും വളരെ വ്യക്തമാണ്. പെൺകുട്ടികളെ ആയാലും സഹോദരിമാരെ ആയാലും പീഡിപ്പിക്കുന്നതും വിരട്ടുന്നതും ഇവരുടെ രീതി തന്നെയാണ്. സാമ്പത്തികം കൈക്കലാക്കുന്നതും വിരട്ടുന്നതും ഇവന്മാരുടെ രീതി തന്നെയാണ്. ഇങ്ങനെയുള്ള കുറച്ചധികം മിടുക്കന്മാരുണ്ട്. ചിലരെ കുറിച്ച് വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞാൻ ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ, പൊതുജനം വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കണം. ഉപദേശിമാരെ നിങ്ങൾ സ്നേഹിക്കുന്നത് നല്ലത്, അവരെ മാനിക്കുന്നത് നല്ലത്, അവരെ വിശുദ്ധന്മാരെ കാണുന്നത് നല്ലത്. പക്ഷേ ഒരു കൈപ്പാടകലെ നിങ്ങൾ അവരെ നിർത്തിയിരിക്കണം. അവരാൽ നിങ്ങൾക്കും നാശമുണ്ടാകരുത്, നിങ്ങൾ കാരണം അവർക്കും നാശമുണ്ടാകരുത്. ഇത് രണ്ടും പ്രശ്നമാണേ. അപ്പൊ രണ്ടിടത്തും പ്രശ്നം ഉണ്ടാകാതിരിക്കേണ്ടതിന് ഒരു അകലം നിങ്ങൾ സൂക്ഷിച്ചേ തീരൂ. ഉപദേശിയാണെന്നും വെച്ച് കൈവിട്ട് നിൽക്കേണ്ട കാര്യമില്ല. അവർക്ക് അത്രയും ഓപ്പൺ നിങ്ങൾ കൊടുക്കേണ്ടുന്ന കാര്യവുമില്ല. ഒരു പ്രൈവസി നിങ്ങൾ സൂക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഉപദേശിമാരെ നശിപ്പിച്ചിട്ടുള്ള ഒരുപാട് വിശ്വാസികളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് ഇതിൽ ആർക്കും കേമൻ ചമയാനൊന്നുമില്ല. നമ്മളെല്ലാവരും ശരീരത്തിലാണ് വസിക്കുന്നത്. പാപത്തിനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആരും ജയിച്ചവരല്ല. അതുകൊണ്ട് കാര്യം ഗൗരവത്തോടെ സുബോധത്തോടെ നമ്മൾ നടക്കണം. നമ്മുടെ മക്കൾക്കൊരു ബലഹീനത ഉണ്ടെങ്കിൽ അതിന് പ്രാർത്ഥിക്കാൻ ആള് വിളിച്ചാൽ നമ്മുടെ പ്രസൻസ് അവിടെ ഉണ്ടാവണം. നമ്മുടെ സാന്നിധ്യം അവിടെ നിർബന്ധമായും കാണണം. അല്ലാതെ പ്രൈവറ്റായി ഒരുത്തനും പ്രാർത്ഥിക്കേണ്ട, പ്രൈവറ്റായി ഒരുത്തനും കൗൺസിലിംഗ് ചെയ്യേണ്ട. അത് കൃത്യമായി മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. ഒറ്റ കൗൺസിലിംഗ് സെഷൻ കഴിയുമ്പോൾ ആ കുട്ടിയുടെ ഫേസ് കണ്ടാൽ എന്താണ് കുട്ടിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റമെന്ന് ഡയഗ്നോസ് ചെയ്യാൻ കഴിയാത്തവരെ മാതാവെന്നോ പിതാവെന്നോ വിളിക്കുന്നതിൽ വേദനയുണ്ട് എന്നേ പറയാൻ നിവർത്തിയുള്ളൂ. അതുകൊണ്ട് കാര്യം കൃത്യമായി മനസ്സിലാക്കണം, വിലയിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യാജന്മാരായ പാസ്റ്റർമാരാണ് അധികവും. അവർ പെണ്ണ് വിഷയത്തിൽ നിർബന്ധമായും അങ്ങനെ തന്നെയായിരിക്കും, സാമ്പത്തിക വിഷയത്തിലും അങ്ങനെ തന്നെയായിരിക്കും. ഇതിൽ രണ്ടിലും വ്യാജന്മാരാണെങ്കിൽ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ പോലും അവൻ വ്യാജനാണെങ്കിൽ നിങ്ങൾക്ക് അവനെ ഉറപ്പിക്കാം, അവൻ പ്രശ്നക്കാരൻ തന്നെയാണ്. അവർ ഉപദേശിക്കാൻ സമർത്ഥനായിരിക്കും. അവരേതിലാണോ വീണ് കിടക്കുന്നത് അതിൽ വളരെ വാചാലമായി അവർ സംസാരിക്കും. അതുകൊണ്ട് കാര്യങ്ങൾ ഭംഗിയായി നിങ്ങൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പാരന്റ്സ് ഒരിക്കലും അറിഞ്ഞുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളെ പാസ്റ്റർമാർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നതൊന്നുമല്ല. ഇവരുടെ വിവരക്കേട് കാരണം, ഇവരവരെ അഗാധമായി വിശ്വസിക്കുന്നത് കാരണം സംഭവിച്ചു പോകുന്നതാണ്. അങ്ങനെ വിശ്വസിക്കാതിരിക്കേണ്ടതിന് സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കാൻ വിശ്വാസികൾക്ക് കഴിയണം. പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് അമിതമായി വിശ്വസിക്കാൻ നിൽക്കരുത്. പാസ്റ്റേഴ്സും അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ അകലം സൂക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇല്ലെങ്കിൽ ചെകുത്താൻ നിശ്ചയമായും ശുശ്രൂഷകരുടെയും ദൈവമക്കളുടെയും ജീവിതം അപകടത്തിൽപ്പെടുത്തും എന്നതിലുപരി ദൈവനാമത്തിന് അപമാനമുണ്ടാക്കുമെന്ന വസ്തുത തിരിച്ചറിഞ്ഞിരിക്കണം. അതാണ് ഈ പെൺകുട്ടിയുടെ അവസ്ഥ. ദൈവത്തെ പോലും കണ്ടാൽ കരണത്തടിക്കുമെന്ന് പറയത്തക്ക നിലയിൽ ആ കുട്ടി മാനസികമായി തകർന്നിരിക്കുന്നതിന്റെ പുറകിൽ ആ മാതാവിന്റെ പിടിപ്പുകേടാണ്, ആ പിതാവിന്റെ പിടിപ്പുകേടാണ്. നിങ്ങളുടെ കുട്ടികൾ, നമ്മുടെ കുട്ടികൾക്ക് ഇവകൾ സംഭവിക്കാതിരിക്കേണ്ടതിന് കരുതലുള്ളവരാകാം, ശ്രദ്ധയുള്ളവരാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.